മോതിരവും തലപ്പാവും നബിചര്യയിൽപ്പെട്ടതാണോ? പേരും സ്ഥലവും പേര് പറയാൻ ആഗ്രഹിക്കാതെ ഒരു വ്യക്തി. അപ്പോൾ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഇദ്ദേഹത്തിൻ്റെ ചോദ്യം മോതിരവും തലപ്പാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണോ എന്നാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന നിലക്കാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് സുഹൃത്തുക്കളോട് ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നത് നമ്മളിവിടെ കുറച്ച് വിഷയങ്ങൾ നൽകിയത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാനാണ്. പക്ഷേ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ മറുപടി ഇല്ലാഞ്ഞിട്ടാവോ തള്ളുക എന്നായിരിക്കും വിചാരിക്കുക. നമ്മുടെ വിഷയം കൊടുത്തത് വിഷയാധിഷ്ഠിതമായി ചോദ്യം ചോദിക്കാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കാര്യങ്ങളെ നമുക്ക് സമഗ്രമായി പഠിക്കാനും വേണ്ടിയാണ്. അമാമ അഥവാ തലപ്പാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമല്ല, അറബികൾ അവരുടെ ആദിയായ പൊതുവിലുള്ള ഒരു ചര്യയായിരുന്നു അൽ അമാമ, ഈ തലപ്പാവ് ധരിക്കുക എന്നുള്ളത്. എന്നാൽ ആ തലപ്പാവ് ധരിക്കുക എന്ന നിലപാട് മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചത്? ഒരിക്കലുമല്ല. തലപ്പാവ് ധരിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിക്കുകയും സഹാബത്ത് ആ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ആ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് വേണ്ടി വന്നു. നമസ്കാരത്തിന് വേണ്ടി വന്നിട്ട് അദ്ദേഹത്തിന്റെ മേൽമുണ്ട് അദ്ദേഹം എടുത്ത് അത് മാറ്റിവെച്ചു. അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾക്ക് അദ്ദേഹം ധരിച്ച റിദാ ആയി സ്വീകരിച്ചിട്ടുള്ള റിദാ അദ്ദേഹം എടുത്ത് മേൽത്തട്ടം എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് നമസ്കരിക്കാൻ നിന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ചില ആളുകൾക്ക് അത് കണ്ടപ്പോൾ കൗതുകം തോന്നി. അവർ ചോദിച്ചു, ഫലമ്മൻ സറഫ ഖുൽനാ യാ അബാ അബ്ദില്ലാ തുസല്ലി വരിദാഉക മൗദൂ, താങ്കൾ ഈ റിദാഅക്കെ മാറ്റിവെച്ചിട്ടാണോ നമസ്കരിക്കുന്നത്? അങ്ങനെയാണോ താങ്കൾ നമസ്കരിക്കാൻ തീരുമാനിച്ചത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, നഅം, അതെ. കാരണം അഹ്ബബ്തു അയ്യറാനിൽ ജുഹാലു മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ജുഹാലുകൾ എന്നെ ഇങ്ങനെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഹകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തലപ്പാവുണ്ടോ, അയാൾ തലപ്പാവ് കെട്ടിക്കോട്ടെ, തൊപ്പിയുണ്ടോ തൊപ്പി ഇട്ടോട്ടെ, പക്ഷെ തൊപ്പിയിട്ട് ആ തൊപ്പി മാത്രം മതിയോ, അത് അമാമത്തിന്റെ പരിധിയിൽ വരുമോ? ഇല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഒരു ടവ്വലെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതിയോ? പോരാ എന്ന് പറഞ്ഞവരുണ്ട്. തഴവയുടെ അൽമവാഹിബുൽ ജലിയ മറിച്ച് നോക്ക്, അതിൽ തലപ്പാവിന്റെ അധ്യായത്തിൽ വളരെ വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ചില ആളുകൾക്ക് ഇന്ന് അവർ തലപ്പാവിന് പകരം ഒരു ഇങ്ങനെ ടവ്വല് കെട്ടുന്നതിനെ വിമർശിച്ചുകൊണ്ട് തഴവ പോലും സംസാരിക്കുന്നത് കാണാൻ കഴിയും. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് മുഴുവനും തലപ്പാവ് ധരിച്ചു നടന്നവരായിരുന്നുവെന്ന ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ നമ്മുടെ സഹോദരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോഴോ അവർക്ക് ഉടുക്കാൻ ഒരു മുണ്ടല്ലാതെ രണ്ടാമതൊരു മുണ്ടില്ലാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായി ഹദീസിന്റെ താളുകളിൽ കാണുകയാണ്. ആ സഹാബത്ത് ഒരുപാട് വസ്ത്രം ധരിച്ചു നടന്നവരാണോ? അല്ല. അവർ കുടിക്കാൻ ഒരു വസ്ത്രമല്ലാതെ രണ്ടാമതൊരു വസ്ത്രം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അവർ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ആ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ, ഉഹുദപ്പുഴ മക്കയിലല്ലല്ലോ, 13 കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചിട്ട് അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട്, ആ ഹിജറ പോയി പിന്നെയും വർഷങ്ങൾ പിന്നിട്ട് ഉഹുദ് രണാങ്കണത്തിൽ മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നു. എന്നിട്ടോ ചോദിച്ചത് എന്താണ്? നിങ്ങളിൽ ആർക്കെങ്കിലും 2 വസ്ത്രമുണ്ടോ കൊടുക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരാളോട് ചോദിക്കുമോ? കൂട്ടരെ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ നാളുകളുണ്ട് മദീനയിൽ.
മിസ്അബ് ഇബ്നു റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സമീപത്തു കൂടെ പോകുമ്പോ മിസ്അബിന്റെ വസ്ത്രം കണ്ടുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞിട്ടുണ്ട്. കാരണം മക്കയിലെ ജാഹിലിയത്തിൽ നല്ല വസ്ത്രം ധരിച്ചു നടന്നിരുന്ന മിസ്അബ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബി വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് നല്ല ഒരു വസ്ത്രമില്ലാതെ അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ കയ്യിൽ 2 വസ്ത്രമുണ്ടെങ്കിൽ നബി കൊടുക്കുമായിരുന്നു. മിസ്അബ് ഇബ്നു ഉമൈറിന് കഫം പുടവയായി റസൂലുള്ളാഹിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുന്നു, നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ രണ്ട് കഫം പുടവയുണ്ടോ? 2 കഫം പുടവയുണ്ടോ? 2 തുണിയുണ്ടോ? നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് കഫം പുടവയായി കൊടുക്കാൻ തുണിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സഹാബത്തിന്റെ കയ്യിൽ കഫം പുടവയില്ല, അവർക്ക് കഫം പുടവയായി ഉപയോഗിക്കാനുള്ള തുണിയില്ല. നിങ്ങൾ ചിന്തിക്കണം, ആലോചിക്കണം. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉടുത്ത തുണി അഴിച്ചിട്ട് കഫം പുടവയായി ഉപയോഗിക്കാനാ പറഞ്ഞത്. മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തുണി അഴിച്ചു അദ്ദേഹത്തിന്റെ തലയിലേക്ക് വലിച്ചിട്ടപ്പോ കാല് വെളിയിലായി, കാലിലേക്ക് വലിച്ചിടുമ്പോഴോ തല വെളിയിലായി. അവസാനം അദ്ദേഹം ഉടുത്ത തുണി കൊണ്ട് പോലും അദ്ദേഹത്തെ കഫം പൊതിയാനില്ലാഞ്ഞിട്ട് അവസാനം തലയുടെ ഭാഗത്തേക്ക് വലിച്ചിട്ടു. എന്നിട്ട് കാല് പുല്ലുകൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തെ മറമാടി എന്നത് ഇസ്ലാമിക ചരിത്രമാണ് കൂട്ടരെ. ഉടുക്കാൻ ഒരു തുണി മാത്രം ഉണ്ടായിരുന്ന സ്വഹാബി, ആ സ്വഹാബി വലിയൊരു തലപ്പാവൊക്കെ കെട്ടിയ നടന്നിരുന്നത് എന്ന് ആരാ മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് നമസ്കരിക്കാൻ ഒറ്റ വസ്ത്രം ഉടുത്ത് നമസ്കരിക്കാൻ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റ വസ്ത്രം ഉടുത്ത് ഇങ്ങനെ നമസ്കരിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ പെടലി മറക്കണം, അതിന് നിങ്ങളുടെ തുണി അഴിച്ച് നിങ്ങൾ പെരടിയിൽ കെട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞല്ലോ. നിങ്ങളുടെ മുണ്ട് അതെടുത്തിട്ട് തലയിൽ കെട്ടാനല്ല, നേരെ മറിച്ച് പെരടിയിൽ കെട്ടാനാണ് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ടോ കാന റിജാലൻ യുസല്ലൂന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദി ഉസ്രിഹിം അലാ അഅനാഖിഹിം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്വഹാബത്ത് നമസ്കരിക്കാൻ എങ്ങനെ? അഖദി ഉസ്രിഹിം അലാ അഅനാഖിഹിം, അവര് തുണിയഴിച്ച് പെരടിയിൽ കെട്ടി നമസ്കരിച്ചിരുന്നു. കഹൈഅത്തി സുബിയാൻ, കുട്ടികൾ നമസ്കരിക്കുന്നത് പോലെ. പുറകിൽ സ്ത്രീകൾ അന്നുണ്ടായിരുന്നു. നബി അവരോട് പറഞ്ഞു, പുരുഷന്മാരെ നേരെ ഇരുന്നു എന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ സ്ത്രീകൾ നിങ്ങൾ തലയുയർത്തരുതെന്ന് പുറകിൽ നിന്ന സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതും കാണാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് തലപ്പാവുള്ളപ്പോൾ അയാൾക്ക് തലപ്പാവ് കെട്ടുകയോ ഇല്ലാത്തപ്പോൾ കെട്ടാതിരിക്കുകയോ ചെയ്യാം. അത് പ്രത്യേകമായൊരു ഫളിൽ, ഒരു ശ്രേഷ്ഠത ചില ഹദീസുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകം പറഞ്ഞത് ഫായിദത്തുൻ ഉഖ്റ ലം അജിദ് ഫി അഫ്ളിൽ അമാമ ലം അജിദ് ഫി ഫളിൽ അമാമ ഹദീസൻ മർഫൂഅൻ സ്വഹീഹൻ വകുല്ലു മാ ജാഅ ഫീഹി ഫഹി ഇമ്മാ ദഈഫ ഔ മൗദൂഅ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇമാം തുർമുദിയുടെ ശറഹ്, ആ ശറഹിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ലം അജിദ് ഫി ഫളിൽ അമാമ, ഈ തലപ്പാവിന്റെ ശ്രേഷ്ഠത പറയുന്ന ആ വിഷയത്തിൽ ഞാൻ എത്തിച്ചിട്ടില്ല ഹദീസൻ മർഫൂഅൻ സ്വഹീഹൻ, അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു അധ്യായവും ഒരു ഹദീസും ഞാൻ എത്തിച്ചിട്ടില്ല. വകുല്ലു മാ ജാഅ ഫീഹി ഫഹി ഇമ്മാ ദഈഫ ഔ മൗദൂഅ, അതിന്റെ ശ്രേഷ്ഠത പറയുന്നത് ഫളായിൽ, തലപ്പാവ് ധരിച്ചാൽ ഇന്ന ഫളായിലുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഒന്നുകിൽ ദുർബലമായിരിക്കും അല്ലെങ്കിൽ മൗദൂഅ ആയിരിക്കും. ആ നിലയ്ക്ക് വന്നിട്ടുള്ളൂ എന്ന് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മോതിരത്തിന്റെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മോതിരമുണ്ടായിരുന്നു, ഖാത്തിമത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീലായി നബി ഉപയോഗിച്ച ഒരു മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ഇതും ഹദീസിന്റെ താളുകളിൽ കാണാൻ കഴിയുന്നതാണ്.